ഇന്ന് എനിക്കൊരു പ്രാവിൻ്റെ കുഞ്ഞിനെ കിട്ടിയ കഥയാണ് കേട്ടോ പറയാനുള്ളത്. ഞാൻ കണ്ണൂർ പഠിക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ കോലത്തിലാണ് എനിക്ക് എൻ്റെ കൈ കിട്ടുന്നത്. എന്ത് കഴിക്കുന്നു പോലും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പട്ടാണിക്കടലൊക്കെ ഞാൻ കൊടുത്തു നോക്കി, പക്ഷെ അതൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഫുഡ് ഇങ്ങനെ കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നു മനസ്സിലാവുന്നത്. അങ്ങനെ ഫ്ലൂയിഡിൻ്റെ രൂപത്തിൽ ഞാൻ ഒരു ബോട്ടിലാക്കി കൊടുത്തു. അവനത് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പരീക്ഷണം സക്സസ് ആയിരുന്നു. ക്ലാസ്സുള്ള സമയത്ത് റൂമിൽ ഇതിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാമെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊരു സഞ്ചിയിലൊക്കെ ആക്കിയിട്ടാണ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിലെ അമ്മേനോടും അച്ഛനോടും ചോദിച്ചു നോക്കാം അത് നോക്കുമോ എന്നുള്ളത്. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ളതുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് കൊണ്ടുവരായിരുന്നു. നാട്ടിലെത്തിയ ശേഷമാണ് ഞാൻ അറിയുന്നത് ഇവൻ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. ഭക്ഷണമായിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് പട്ടാണിക്കടല കുതിർത്തതായിരുന്നു. തലേ ദിവസം കുതിർത്ത പട്ടാണിക്കടലയാണ് അവൻ ഭക്ഷണമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നത്. ദിവസത്തിനുള്ളിൽ തന്നെ അവൻ അവരുടെ ഓമനയായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. ആ അന്തരീക്ഷത്തിനോടും അച്ഛനോടും അമ്മേനോടൊക്കെ പെട്ടെന്ന് തന്നെ അവൻ ഇണങ്ങി. ഇവരിങ്ങനെ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ. കയ്യിൽ കിട്ടുമ്പോൾ വളരെ കുഞ്ഞായിരുന്നവൻ പിന്നീട് പുതിയ തൂവലൊക്കെ വന്നൊരു പ്രാവിൻ്റെ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവൻ ഞങ്ങളുടെ വീട്ടിലൊരു അംഗം തന്നെയായി. 2024 എനിക്ക് തന്ന ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറിയിൽ ഒന്നാണ് ഈ പ്രാവിൻ്റെ കുഞ്ഞ്.